നമസ്കാരം. വിഷു സ്പെഷ്യൽ വെജ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ആഘോഷങ്ങളൊന്നുമില്ലാത്ത എന്നാൽ ലാളിത്യമുള്ളൊരു വിഷു പുലരിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നാടെങ്ങും കണിക്കൊന്നകളൊക്കെ പൂത്തിട്ടുണ്ട്. പക്ഷേ ലോക്ക്ഡൗണിൽ പെട്ടിട്ട് വിഷുവിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് അതിജീവനത്തിൻ്റെ പ്രഭാതം കൂടിയാണ്. നമുക്കറിയാം, നമുക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന നിയമപാലകരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നമുക്കൊപ്പം ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും സമൃദ്ധിയും ഉണ്ടാകണമെന്ന് ഉള്ളൊരു പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഈ വിഷു പുലരിയിൽ വെജ് കോർണറിലെ ഈസി റെസിപ്പിയിലേക്ക് ചേരുന്നത് ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റായ അർജുൻ പി മോഹൻദാസ് ആണ്. അർജുൻ, നമസ്കാരം. വിഷുവാണ്, ലോക്ക്ഡൗൺ ആണ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ലോക്ക്ഡൗൺ ആവുന്നതിന്റെ 2 ദിവസം മുന്നേ നമ്മുടെ കോളേജിൽ വീട്ടിൽ പോകാന്ന് വെച്ചു. പക്ഷേ ഇവിടെ പെട്ടുപോയി. അപ്പൊ പിന്നെ ഇടവേളകൾ ആനന്ദകരമാക്കാന്ന് വിചാരിച്ചു ഞാൻ. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണോ ഈ പാചകം? അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്? സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റവ പായസമാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വിഷു ആണല്ലോ, എല്ലാ കുട്ടികളും പിന്നെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എല്ലാവരും വീടുകളിലാണ്. അതിന്റെ പേര് പറഞ്ഞാൽ ആമ്പിള്ളേർ പറഞ്ഞാൽ പൊതുവെ അടുക്കളയിൽ കയറാൻ വേണ്ടിയുള്ള ആൾക്കാരാണ്. ആമ്പിള്ളേർക്ക് ഈ വിഷുവിന് അത് അമ്മമാർക്ക് ഒരു സർപ്രൈസ് ആയിട്ട് റവ പായസം ഉണ്ടാക്കാന്ന് വെച്ച്. ഈ റവ പായസം എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യൽ ആണോന്ന് പറഞ്ഞു, വെറൈറ്റി ആണോന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ്, അതെങ്ങനെയാണ്? നമ്മൾ ഉള്ളി മൂപ്പിച്ചിട്ട് പായസം അങ്ങനെ അധികാരം കുടിച്ചിട്ടുണ്ടാവില്ല. ഇല്ല, കേട്ടിട്ടില്ല. അതെ അതെ, അതുകൊണ്ട് ഇന്നത്തെ ഒരു സ്പെഷ്യലായിട്ട് ഉള്ളി മൂപ്പിച്ചിട്ട് റവ പായസം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാമോ, എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ മെയിനായിട്ട് പാല്, പശുപാല്, പിന്നെ കശുവണ്ടി, പിന്നെ റവ, കുറച്ച് റവ. ഇത് റോസ്റ്റഡ് റവയാണ്. റോസ്റ്റഡ് റവ. ഓക്കെ. പിന്നെ പഞ്ചസാര, നെയ്യ്, ഉള്ളി, കിസ്മിസ്. ഇത്രയും സാധനങ്ങളാണ്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന പായസം ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് പാൽ ഒഴിക്കാം. അപ്പൊ ഉള്ളി വെച്ചു. നമ്മൾ പാൽ ഒഴിച്ചു. അപ്പൊ ഇതെങ്ങനെയാണ്? ഇത് ജസ്റ്റ് ബോയിൽ ആയാൽ മതിയോ, തിളച്ച് കുറച്ചൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് പഞ്ചസാര ഇടണം. ഓക്കെ. പഞ്ചസാര ഇട്ട് ഇളക്കി അടി പിടിക്കരുത്. അപ്പൊ ഇളക്കി കുറച്ചേരം ഇളക്കിയിട്ട് അതൊന്ന് ബോയിൽ ആകുമ്പോൾ നമുക്ക് റവ ഇടാം. റവ എന്ന് പറയുമ്പോൾ കുറച്ച് വേവ് മതി. അത് അതിന്റെ ഒരു പ്രത്യേകത, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രത്യേകത കുറച്ച് വേവ് മതി. നമ്മൾ ഈ സേമിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ നേരിട്ട് വേവിക്കണ്ട. അത്രയില്ല. ഈ ലോക്ക്ഡൌണിൽ പെട്ട് ഇവിടെ ആയി പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നാടിനെയും അച്ഛൻ അമ്മ ഇവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ നാട് എവിടെയാണ്? ചാലക്കുടി, മണിച്ചേട്ടൻ്റെ സ്വന്തം നാട്. അപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വന്ന ഒരാള്, മണിച്ചേട്ടൻ്റെ സ്വന്തം നാട്ടുകാരൻ, നന്നായിട്ട് പാട്ട് പാടുന്നൊരു ഡോക്ടറാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടി തരാമല്ലോ. അപ്പൊ എന്നാ നമുക്കൊരു മെലഡി ആവാല്ലേ? ആയിക്കോട്ടെ. ഓക്കെ. വെറുതെ വെറുതെ പരതും മിഴികൾ വേഴാമ്പലായി നിന്നടക്കാത്തു, വെറുതെ വെറുതെ പരതും മിഴികൾ വേഴാമ്പലായി നിന്നടക്കാത്തു, ചന്ദനക്കുറി നീ അണിഞ്ഞതിലെൻ്റെ പേരു പതിഞ്ഞില്ലേ, മന്ദഹാസപ്പാൽ നിലാപ്പുഴ എൻ്റെ മാറിലലിഞ്ഞില്ലേ, വർണ്ണങ്ങൾ വനവലിക്കുയിലായി ജന്മങ്ങൾ മലർമണിക്കൂട ചൂടി. എന്താ പാട്ട്! താങ്ക് യു. പാട്ടും പാചകവും ഡോക്ടറുടെ ഒരു പെർഫെക്റ്റ് കോംബോയാണ് അല്ലേ? ഇനി ഇതിലേക്ക് നമ്മുടെ പാലിപ്പോ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഞ്ചസാര ഇടാം ചൂടാകുമ്പോൾ. ഓക്കെ, നമ്മുടെ പാൽ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ചൂടാകുമ്പോൾ പഞ്ചസാര നമ്മൾ ഇടുക. ഓക്കെ. അപ്പൊ ഇതിനൊരു കണക്കൊക്കെ ഉണ്ടോ? മനക്കണക്കാണ്. അതൊരു നല്ല പാചകക്കാരന്റെ ലക്ഷണമാണ്. അങ്ങനെ ഒരു നല്ല പാചകക്കാരനാണോ അർജുൻ? ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരൊക്കെ പറയാറുണ്ട് നല്ല പാചകക്കാരനാണെന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പാചകം, ഇത് എവിടെ നിന്നാണ് പഠിച്ചത്? ഇതിനോട് ഇൻട്രസ്റ്റ് എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനമ്മയൊക്കെ, ഞങ്ങൾ ചെറുപ്പത്തിൽ അച്ഛനമ്മയൊക്കെ ജോലിക്ക് പോകും. അപ്പോൾ അവർ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി 8 മണി നേരത്താണ് രണ്ടുപേരും വരുന്നത്. ഞാനും ചേട്ടന് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ചായ വെക്കലും പിന്നെ അട വെക്കലും, അമ്മ വരുമ്പോൾ അമ്മയ്ക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ പഠിച്ചതാണ്. പിന്നെ ഞാൻ കുറച്ചാളെ എറണാകുളം ആശ്രമത്തിലായിരുന്നു, ശാന്തിഗിരി ആശ്രമത്തിൽ. ആശ്രമത്തിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് കുറച്ച് പാചകം പഠിച്ചു. അത് ശരി. അപ്പൊ എങ്ങനെയുള്ള ഫുഡിനോടാണ് താല്പര്യം? ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളാണോ വെക്കാനും കഴിക്കാനും? അപ്പൊ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തു. എന്താണ് അടുത്ത പ്രോസസ്സ്? ഇത് നമ്മൾ കുറച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ റവ ഉണ്ടല്ലോ, വറുത്ത റവ അതിനൊക്കെ ആഡ് ചെയ്യും. അപ്പൊ നമ്മുടെ പാല് ഏകദേശം തിളച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം തീ കുറയ്ക്കുക കുറച്ച്. ഓക്കെ. തീ കുറച്ചിട്ട്
ഇതിലേക്ക് നമ്മൾ ഇനി ആ റവ വറുത്ത് വെച്ച റവ ആഡ് ചെയ്യും. ചെയ്യാം. ഓക്കെ. കുറേശ്ശെ നമ്മൾ കുറേശ്ശിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നമ്മുടെ ഈ റവ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേവുന്നൊരു സാധനമുള്ളൂ. അതെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ കശുവണ്ടിയും കിസ്മിസും ഒക്കെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പാത്രം വയ്ക്കാം. അതിൽ വന്നിട്ട് പാത്രം ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കാം. ഓക്കെ. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. അത് ആ കശുവണ്ടി വറുക്കാനുള്ള എത്രത്തോളം? പകുതി ഒഴിക്കാം. അപ്പം നമ്മുടെ പായസം ഏകദേശം ആയിട്ടുണ്ട്. അതായത് റവ കുറുകി ആയിട്ടുണ്ട്. ഇതിനി അധികം ചൂടാക്കണ്ട. ഇതാണ് ഇതിന്റെ പരുവം. കുറുകി പോകും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കി അതിൽ ചേർക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. ശരി. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം എന്താണ്? കാഷ്നട്ട് ആദ്യം തന്നെ ആഡ് ചെയ്യാം. പാചകത്തിനോടുള്ള താല്പര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ താല്പര്യം എവിടെ നിന്നാണ്? അമ്മയുടെ അടുത്ത് നിന്നാണോ? അങ്ങനെ അമ്മയുടെ അടുത്ത് തന്നെയാണ്. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കുക്ക് ചെയ്യും. ഈ നാടനായാലും നാടൻ മഷ്റൂം ഒക്കെ ഉണ്ട്, നല്ല ചിക്കൻ കറി പോലെ. ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ് മൊത്തം. ഓ, അത് ശരി. അപ്പോൾ ഈ മഷ്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. നമ്മൾ ഈ ചാലക്കുടി എന്ന് പറഞ്ഞല്ലോ, തൃശ്ശൂർ സ്ലാങ് ഒന്നും കേട്ടില്ലല്ലോ. അതെന്ന് പറഞ്ഞാൽ ചാലക്കുടി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിന്റെ എറണാകുളത്തിന്റെ ഇടയ്ക്കാണ്. അപ്പൊ തൃശ്ശൂർ എന്നധികം വരാറില്ല, പക്ഷെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ തൃശ്ശൂർ വരും. അതല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഇതൊരു ബ്രൗൺ കളർ ആവുന്നവരെ. അതെ, ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഇളക്കാം. അപ്പം ഇത് ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ടല്ലേ? നമുക്കിത് ഇങ്ങോട്ട് മാറ്റാം. നമുക്കിനി ഇതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് പെട്ടെന്ന് ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വന്ന നെയ്യും കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക്. ഓക്കെ. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി ഇടാം. ചെറിയ ഉള്ളി അല്ലേ? ചെറിയ ഉള്ളി. അപ്പോൾ ഈ ഒരു റെസിപ്പിയും അമ്മ തന്നെ പറഞ്ഞു തന്നതാണോ, ഈ ഉള്ളി മൂപ്പിച്ചിട്ട് റവ പായസം? അത് പക്ഷെ വേറെ സ്ഥലത്തും കിട്ടിയതാണ്. ഞാനത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, അതായത് ഇവിടെ അടുത്തുള്ളൊരു വീടാണ്, രജീഷ് എന്ന് പറയും. ആളുടെ വീട്ടിൽ ആളുടെ അച്ഛൻ ഉണ്ടാക്കുന്നുണ്ടപ്പോൾ ഞാൻ കഴിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ ചോദിച്ച് പഠിച്ചത്. അത് ശരി. അപ്പോൾ ഇങ്ങനെ കാണുന്ന റെസിപ്പീസൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്? ഇഷ്ടപ്പെട്ടാൽ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് മാറ്റാം അല്ലേ? ഇതിനകത്തോട്ട് അങ്ങോട്ട് ഡയറക്റ്റ് ഇടാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഓക്കെ. നമുക്കിനി ഇത് ഗാർണിഷ് ചെയ്യാം. അതെ അതെ. നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയല്ലേ? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നറിയണമല്ലോ. ഉള്ളി മൂപ്പിച്ചിട്ട റവ പായസം. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? വെറുതെ പറയല്ല, സൂപ്പറായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ മധുരവും ഉള്ളിയുടെ ഫ്ലേവറും ഒക്കെ ആയിട്ട് വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഉള്ളി മൂപ്പിച്ചിട്ട് റവ പായസം ആദ്യമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണത്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. വിഷുക്കാലമാണ്, അതോടൊപ്പം തന്നെ ലോക്ക്ഡൗണിലാണ് നമ്മളൊക്കെ. നമ്മുടെ സർക്കാർ നിർദ്ദേശങ്ങൾ നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടതാണ്. വീട്ടിൽ സുരക്ഷിതരായിട്ട് ഇരുന്നുകൊണ്ട് തന്നെ വളരെ ലളിതമായിട്ട് നമുക്ക് വിഷു ആഘോഷിക്കാം. എല്ലാവർക്കും ലോകത്തിനാകെ കരുനേട് വീഴ്ത്തിക്കൊണ്ട് വന്ന ഈ മഹാവ്യാധി മാറുവാനും എല്ലാവർക്കും എല്ലാവിധ നന്മകൾ ഉണ്ടാകുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും വിഷു ആശംസകൾ.